ഇപ്പോൾ ഉള്ളത് മണികർണിക ഘാട്ടിലാണ്. നമ്മുടെ ഘാട്ടിൽ ആകപ്പാടെ സംസ്കാരം നടക്കുന്നത് വെച്ചാൽ ദഹന പരിപാടി നടക്കുന്നത് ഈ മണികർണിക ഘാട്ടിലും പിന്നെ ദശരഥ ഘാട്ടുണ്ട്. ആദ്യത്തെ അതിൽ അവിടെ ചെറുതാണ്, പക്ഷേ ഇതാണ് ഈ മെയിനായിട്ട് പണ്ട് ഒരു 10,000-3,500 വർഷത്തോളം കത്തി ആ സെയിം ജ്വാലയിൽ തന്നെ കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലേസ് എന്ന് പറയുന്നത് ഇതാണ് മണികർണിക ഘാട്ട്. ഇവിടെ ഇപ്പോൾ വെള്ളം കയറി 2 ദിവസമായിട്ട് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷേ ദഹന പരിപാടി ഇവിടെ ഇതുവരെ മുടങ്ങിയിട്ടില്ല. അത് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിൻ്റെ മുകളിലാക്കി അതിൻ്റെ ദഹന പരിപാടികൾ കഴിഞ്ഞ 1-2 ദിവസമായിട്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ദഹന പരിപാടിയാണ്. ഇപ്പോൾ ഒരു ഡെഡ് ബോഡി വരും. അവരെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ വീട്ടിൽ നിന്ന് ബോഡി മറ്റേ ഒരു മുളയുടെ ഒരു കമ്പണൊക്കെ ഒരു സാധനമുണ്ട്, അതിൽ വെച്ച് അവർ വഴിനീളെ മന്ത്രോച്ചാരണങ്ങൾ നടത്തി ആ ബോഡി അവർ ഇതുവഴി കൊണ്ടുവന്നിട്ട് ഇവിടെ ഗംഗാ നദിയിൽ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് കുളിപ്പിക്കും. അത് ഒരു അവസാന ഒരു വട്ടം ഒരു കുളിപ്പീർ എന്ന രീതിയിൽ ആദ്യം കുളിപ്പിക്കുക. അതിനുള്ള വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഈ വരുന്ന ഡെഡ് ബോഡി ഈ റോഡ് വഴി വന്നതാണ്. കാരണം ഇവിടെയൊന്നും വണ്ടി വരത്തില്ല. നിങ്ങൾ മുമ്പുള്ള വീഡിയോ കണ്ടാൽ മനസ്സിലാവും, ചെറിയ ഇടുങ്ങിയ വഴികളാണ്. അപ്പം ആൾക്കാർ ചുമന്നുകൊണ്ട് തന്നെ വരണം. സോ അങ്ങനെ വന്നിട്ട് അവരാദ്യം ചെയ്യുന്നത് പറഞ്ഞാൽ ഇതിനെ എടുത്ത് നമ്മളെ നദിയിൽ ഒന്ന് മുക്കി കുളിപ്പിച്ചെടുക്കുക എന്നാണ് ആദ്യത്തെ ഒരു ചടങ്ങ് ഇവിടുത്തെ. അതിനാണ് അവർ തയ്യാറെടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കാശി ജഗന്നാഥ ടെമ്പിൾ കോറിഡോറിൻ്റെ ഒരു പ്രോഗ്രാമുണ്ട്. മോഡിജിയുടെ ഒരു ഡ്രീം പ്രോജക്റ്റാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു പുതിയൊരു ഘാട്ടിൻ്റെ നിർമ്മാണമുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ കാണുന്ന ഈ ബിൽഡിങ്ങാണ്. സത്യം പറഞ്ഞാൽ ഇവിടം വരെ ഒന്നും വെള്ള സാധനം വരാറില്ല. ഇതിൽ നിന്നൊരു ഏകദേശം ഒരു 10-20 അടി അങ്ങ് താഴോട്ടാണ് സാധനം വെള്ളം നിൽക്കുന്നത്. ഇതിഞ്ഞ് അകത്ത് കയറി വെള്ളം. ഇതുവരെ വെള്ളമൊക്കെ ഇറങ്ങി പോയിട്ടില്ല. നിങ്ങൾക്ക് പഴയ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. കാരണം ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീമിൻ്റെ ഓരോ ബിൽഡിങ്ങാണ് ഈ കാണുന്നത്. അതുവഴി മൊത്തവും ചെളിയും മണ്ണും വെള്ളമായി ഇപ്പം ഇഞ്ഞ് മുകളിലെത്തി. ഇപ്പോൾ ദഹന പരിപാടിയൊക്കെ ഇനി നടത്തുന്നത് ഏറ്റവും മുകളിലാണ്. ഇവിടുന്ന് ഒരുപാട് താഴെ പോയിട്ടാണ് സാധാരണ ദഹനം നടത്തിക്കൊണ്ടിരുന്നത് പണ്ട്. പക്ഷെ ഇപ്പോൾ ഈ വെള്ളം കയറിയ കാരണം എല്ലാം ഇഞ്ഞ് മുകളിലാക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അവരത് വെള്ളത്തിലേക്ക് മുക്കാൻ കൊണ്ടുപോവുകയാണ്. അതിപ്പോൾ അവിടെ മുക്കും. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഗംഗയുടെ നദീതീരത്ത് കത്തിച്ച് ശവം ഇങ്ങനെ ദഹിപ്പിച്ച ശേഷം അതിനെ പാതി വെന്തിട്ടെടുത്തിട്ട് നദിയിലേക്ക് തിരിച്ചെടുത്ത് ഒഴുക്കിക്കളയും. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു പരിപാടി ഇവിടെ ഇല്ല. ഞാൻ നിങ്ങളെ മുമ്പിൽ വെച്ച് കാണുകയാണ്. നിങ്ങളെ ഫ്രണ്ടിൽ കണ്ടാൽ മനസ്സിലാവും, അവിടെ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ശവശരീരങ്ങൾ അവിടെ കത്തുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതൊന്നും പാതി കത്തിയിട്ട് എടുത്ത് പുറത്ത് കളയുന്നതല്ല, അത് മുഴുവനായി കത്തിച്ചിട്ട് അവിടുന്ന് മൺകുടങ്ങളിൽ ചാരമായിട്ടാണ് അവർ പോകുന്നത്. ഇത് എവിടെയാണ് ഈ പാതി കത്തിച്ചിട്ട് എടുത്ത് നദിയിലേക്ക് ഇടുന്നത് എനിക്ക് അറിയത്തില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതിന് വേറെ എവിടെയെങ്കിലും ഭാഗത്തുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഇവിടെ ഇപ്പോൾ ഇല്ല, പണ്ടുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല.